ഉറപ്പ് നൽകുക, അല്ലേ? ആണോ? അതെ സർ. അതെ, 5 ദിവസം പോയല്ലോ. ഗ്യാരണ്ടീസ് ടു ഓൾ സിറ്റിസൺ ഓൾ റൈറ്റ് ടു അസംബ്ലി പീസബിളി വിത്തൗട്ട് ആംസ്. എങ്ങനെയാണ്? സമാധാനപരമായി സമ്മേളനം നടത്താൻ, എന്തില്ലാതെ? ആയുധങ്ങളില്ല. മനസ്സിലായോ? സർ. യെസ്. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. ഫ്രീഡം ഓഫ് അസംബ്ലി വിത്തൗട്ട് ആംസ്. It is also includes holding meetings, demonstrations and make out processions. എന്താണ്? സമ്മേളനങ്ങൾ കൂടാൻ, അസോസിയേഷൻ ഉണ്ടാക്കാൻ, പ്രൊസഷൻസ് സംഘടിപ്പിക്കാൻ, മുദ്രാവാക്യം വിളി, ഇതൊക്കെ സംഘടിപ്പിക്കാൻ അവകാശം. The right is subject to reasonable restriction in the interest of sovereignty and integrity of India. ഇന്ത്യയുടെ പരമാധികാരത്തിനും ഇന്ത്യയുടെ ഐക്യത്തിനും എതിരെ സമ്മേളനം കൂടാൻ പാടില്ല. അതിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. പബ്ലിക് ഓർഡർ, പൊതുസമാധാനത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല. വാടാ വാടാ പോരിന് വാടാ, നിന്നെ പിന്നെ കണ്ടോളാം എന്നൊക്കെ വിളിച്ചാൽ പിടിച്ചകത്തിടും. മനസ്സിലായോ? മനസ്സിലായി സാർ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് കൂടെ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി അറിയത്തില്ലേ? രാഹുൽ ഗാന്ധിയുടെ അച്ഛന് ഒരു ജ്യേഷ്ഠനുള്ളതായിട്ട് അറിയാമോ? രാജീവ് ഗാന്ധിയുടെ ഒരു ജ്യേഷ്ഠനുള്ളത് അറിയാമോ? അറിയുമോ? മേനകാ ഗാന്ധിയുടെ ഒരു മകനെ അറിയാമോ? വരുൺ ഗാന്ധി. വരുൺ ഗാന്ധി പണ്ട് ഉത്തർപ്രദേശിൽ പോയി ഒരു പ്രസംഗം നടത്തി. ഇലക്ഷൻ സമയത്താണ്. ഈ നാട്ടിലെ ഏതെങ്കിലും ഹിന്ദുവിനെ ഏതെങ്കിലും ഒരു മുസ്ലിം തൊട്ടവന്റെ കൈ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കുന്നു. 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഇലക്ഷൻ മീറ്റിംഗാണ്. ഇങ്ങനെ ലൈവായിട്ട് ഉത്തർപ്രദേശ് മൊത്തം ടിവികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ആ പ്രസംഗം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് ചെന്ന് അറസ്റ്റ് ചെയ്തങ്ങ് അകത്തിട്ടു. എന്തായിരിക്കും വകുപ്പ്? എന്താണ്? പബ്ലിക് ഓർഡറിനെതിരെ പൊതുപ്രസംഗം നടത്താൻ പാടില്ല. മതവിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗം നടത്തി. ആ എലക്ഷന്റെ പിന്നെ 30 ദിവസം കൂടെ ഉണ്ടായിരുന്നു എലക്ഷൻ മീറ്റിംഗ്. 31-ാം ദിവസം ജാമ്യം കൊടുത്തു. പിന്നെ മീറ്റിംഗ് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം എലക്ഷൻ അല്ല. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക. എന്താണ്? ഫ്രീഡം ടു അസംബ്ലി ഈസ് നോട്ട് അബ്സല്യൂട്ട് റൈറ്റ് ടു അസംബിൾ പീസബിളി വിത്തൗട്ട് ആംസ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സബ്ജക്റ്റ് ടു സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരെ സമ്മേളനം നടത്താനോ പ്രതിഷേധ പ്രകടനം നടത്താനോ മുദ്രാവാക്യം വിളിക്കാനോ പാടില്ല. പൊതുജനത്തിൻ്റെ സമാധാനത്തിനെതിരെ. അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്തൊക്കെ CRPC 144 പ്രകാരം ഇത് പ്രഖ്യാപിക്കുന്നേ. എമർജൻസി. 144 പ്രഖ്യാപിക്കുന്നത്. 147 എമർജൻസിയാ. പോലീസ് ലോ അല്ലേ? CRPC 144 പ്രകാരം നമ്മൾ പോലീസ് ലോ പ്രഖ്യാപിക്കും. 4 പേര് കൂടുതൽ നിൽക്കാൻ കൂട്ടും കൂടി നിൽക്കാൻ പാടില്ല. 6 മണി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പാടില്ല. ആയുധം കൈ വെക്കാൻ പാടില്ല. സമ്മേളനങ്ങൾ കൂടാൻ പാടില്ല. മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. മനസ്സിലായോ? ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ആർട്ടിക്കിൾ 19(1)(c) and 19(4). ഫ്രീഡം ടു ഫോം അസോസിയേഷൻ. 7 പേര് ചേർന്ന ഒരു അസോസിയേഷൻ ഉണ്ടാക്കാം. ഫ്രീഡം ടു ഫോം അസോസിയേഷൻ. ആർട്ടിക്കിൾ 19(1)(c) confers on the citizen
The right to form association or union or cooperative societies which may be include the sorts of association and political parties. എന്തൊക്കെ ഉണ്ടാക്കാം? ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ഉണ്ടാക്കാം, യൂണിയൻ ഉണ്ടാക്കാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാം, പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാം, ക്ലബ് ഉണ്ടാക്കാം, സയൻറ്റിഫിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കാം, കമ്പനി ഉണ്ടാക്കാം, പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാം, ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാം, ആൻഡ് എനി ഓർഗനൈസേഷൻ ഓഫ് സിറ്റിസൺസ്. മനുഷ്യർക്ക് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന എന്ത് സംഘടന ഉണ്ടാക്കാം. രജിസ്റ്റർ ചെയ്ത സംഘടന ഉണ്ടാക്കാം, രജിസ്റ്റർ ചെയ്യാത്ത സംഘടന ഉണ്ടാക്കാം. മനസ്സിലായോ? It also includes holding meetings, demonstrations and take-out processions. അതിൽ also includes hold മീറ്റിങ്ങുകൾ നടത്താം, ഡെമോൺസ്ട്രേഷൻ നടത്താം, ടേക്ക്-ഔട്ട് പ്രൊസഷൻസ്. അവിടെ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസ്, the right to form association may be regulated as provided in Article 14 by imposing reasonable restrictions. അതിലും അസോസിയേഷൻ ഉണ്ടാക്കാം. എന്തൊക്കെ പറഞ്ഞു? പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാം, ക്ലബ് ഉണ്ടാക്കാം, സൊസൈറ്റി ഉണ്ടാക്കാം, കമ്പനി ഉണ്ടാക്കാം, പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാം, ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാം, അല്ലേ? അങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും സോവർണിറ്റിക്കും ഇൻ്റഗ്രിറ്റിക്കും എതിരാവാൻ പാടില്ല. സോവർണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പരമാധികാരം. ഇൻ്റഗ്രിറ്റിയോ? ഐക്യം. അപ്പോൾ ഞാൻ കോഴിക്കോട് പഠിക്കുമ്പോഴേ ഞാൻ അവിടുത്തെ ഇങ്ങനെ ക്ലാസ് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ പ്രസംഗ മത്സരം എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ നടന്നു. അപ്പോൾ ആ പ്രസംഗ മത്സരത്തിൻ്റെ വിഷയം ഐക്യവും അഖണ്ഡതയും. ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ട പ്രസംഗ മത്സരം. അപ്പോൾ അതിനകത്തൊരു ബിരുദം ചേർത്തിരുന്ന് ചോദിക്കുകയാണ്, സാർ കഴിഞ്ഞ വർഷവും ഇതല്ലായിരുന്നു വിഷയം. അപ്പോൾ അവിടുത്തെ സാറ് തിരിച്ചു വെച്ചെന്നറിയോ? എന്തുവായിരിക്കും ചോദിച്ചത്? സ്വാതന്ത്ര്യത്തിന് കഴിഞ്ഞ വർഷം. എന്താ 5 വർഷം കൂടെ ചോദിച്ചത്? ആ മഹാൻ തിരിച്ചു വെച്ചെന്നറിയുമോ? കഴിഞ്ഞ വർഷം മാത്രം ഐക്യം കണ്ടതേ മതി, ഈ വർഷം വേണ്ട. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അതോടുകൂടി അവൻ്റെ ഏർപ്പാട്. ഇപ്പോൾ സോവർണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, പബ്ലിക് ഓർഡർ ആൻഡ് മൊറാലിറ്റി. എന്താ മൊറാലിറ്റി? മൊറാലിറ്റി ലോയാണോ? അല്ല. സമൂഹത്തിൽ ജീവിക്കുന്നതിന് നിയമം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ഒരു അമ്മയ്ക്ക് മകനെ വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നിയമമുണ്ടോ? ഇല്ല. നിയമമൊന്നുമില്ല. പക്ഷെ നിയമത്തിൽ പറയുന്നുണ്ട് പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് പോലെ. പക്ഷെ അത് നമ്മുടെ മൊറാലിറ്റിക്കെതിരാ, അല്ലേ? കേരളത്തിലെ മാമന്മാർ സഹോദരിയുടെ, മാമൻ എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ മക്കളാണ് മാമൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? ആ സഹോദരിയുടെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ പറ്റുമോ മാമന്മാർക്ക്? ഇല്ല. പറ്റും. അവിടെ മാമൻ മച്ചാവും. തമിഴ്നാട്ടിൽ പെർമിറ്റഡ് ആണ്, ഇവിടെ പെർമിറ്റഡ് അല്ല. അപ്പോൾ അതിന് അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പം മൊറാലിറ്റിക്കെതിരെ സംഘടന ഉണ്ടാക്കാൻ പാടില്ല, പബ്ലിക് ഓർഡറിനെതിരെ സംഘടന ഉണ്ടാക്കാൻ പാടില്ല, സോവർണിറ്റിക്കും ഇൻ്റഗ്രിറ്റിക്കും എതിരെ സംഘടന ഉണ്ടാക്കാൻ പാടില്ല. അടുത്തത് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് 91D ആൻഡ് 95. ശ്രദ്ധിച്ച് നോക്കണം. 19(1)B 19(3), 19(1)C 19(4), 91D 19(5. പഠിക്കാൻ എളുപ്പമാണ്. മനസ്സിലായോ? ഫ്രീഡം
Freedom of assembly 19(1)(b) and 19(c). Freedom to association 19(1)(c) and 19(d). Freedom of movement Article 19(1)(d) and 19(5). എന്തൊക്കെയാണ്? മൂവ് ഇൻസൈഡ് ദ കൺട്രി, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം. മൂവ് ഔട്ട്സൈഡ് ദ കൺട്രി, ഇന്ത്യക്ക് പുറത്ത് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പാസ്പോർട്ട് വേണം, അത് പറയാം. കം ബാക്ക് ടു ദ കൺട്രി, ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പാസ്പോർട്ട് വേണ്ട. ഇന്ത്യക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പാസ്പോർട്ട് വേണം. ഇന്ത്യക്ക് തിരിച്ചു വരാൻ സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അടുത്തത്, ദ സ്റ്റേറ്റ് മേ അണ്ടർ ആർട്ടിക്കിൾ 19(5) imposes reasonable restriction on the freedom of movement on 2 grounds. അപ്പോൾ നമ്മുടെ യാത്ര ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിനെ ഗവൺമെൻറ് തടയാം. 2 grounds. ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക്. അതുകൊണ്ടാണ് കൊറോണ വന്നപ്പോൾ വീട്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക്. കൊറോണ വന്നയാൾ പുറത്തിറങ്ങി നടന്നാൽ നാട്ടുകാർക്ക് കൊറോണ പിടിക്കും. കൊറോണ ഇല്ലാത്ത ഒരാൾ പുറത്തിറങ്ങി നടന്നാൽ അയാൾക്ക് കൊറോണ പകരും. അല്ലേ? സോ ഹോം ക്വാറന്റൈൻ. ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് എനി ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ട്രൈബൽ ഏരിയയിൽ ബാക്കി ആരും കയറി പോകരുത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി സാർ. ട്രൈബൽ ഏരിയയിൽ ആരും കയറി പോകരുത് എന്നൊക്കെ ഉത്തരവൊക്കെ ഉണ്ട്. പക്ഷെ ട്രൈബൽ ഏരിയയിൽ അവിവാഹിതരായ അമ്മമാർ ആവശ്യം പോലെ ഉണ്ടാകും. ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതല്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിൽക്കെ ഇതൊക്കെ നടക്കുന്ന ഒരു രാജ്യമാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇനി ആരാ വായിക്കാനുള്ളത്? അഞ്ച് സോണെന്ന് വായിക്കാം. 5 സോണെന്ന് വായിക്കാം. Freedom of assembly. Article 19 subclause 1b and 19 subclause 3. Article 19 subclause 1b is the repository at the right to assemble. Article 19 subclause 1b guarantees to all citizens of India right to assemble peacefully and without arms. It also includes holding meetings, demonstrations, and take-out processions. The right is subject to reasonable restrictions in the interest of the sovereignty and integrity of India and public order. Freedom of form association Article 19 subclause 1 and 19 subclause 4. Article 19 subclause 1c confers on the citizens the right to form associations or unions or cooperative societies, which may include all sorts of associations, political parties, clubs, societies, companies, partnership, trade unions, or any other organization of citizens. The right to form association may be regulated as provided in Article 19 subclause 4 by imposing reasonable restrictions in the interest of sovereignty and integrity of India, public order and morality. Yes. Freedom of movement Article 19 subclause 1d and 19 subclause 5. Article 19 subclause 1d guarantees to all citizens of India the right to move inside the country, move outside the country, and come back to the country. Yes. ബാക്കി A state may under Article 19 subclause 5 impose reasonable restrictions on the freedom of movement on 2 grounds: in the interest of general public, for the protection of the interest of any scheduled tribes. യെസ്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇനി പറയണോ? വേണ്ട, മനസ്സിലായി. ഫ്രീഡം ഓഫ് റെസിഡൻസ് ആർട്ടിക്കിൾ 19(1)(b). 19(1)(b) കഴിഞ്ഞാലും ഫ്രീഡം ഓഫ് റെസിഡൻസ് ആർട്ടിക്കിൾ 19(1)(e), ആർട്ടിക്കിൾ 19(5) സബ്ക്ലോസ് 5. Article 19(1)(e) confers on the citizen a right to reside and settle in any part of the territory. ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാൻ അവകാശമുള്ളതുപോലെ ഇന്ത്യയിൽ എവിടെയും ഭൂമി വാങ്ങി വീട് വെച്ച് താമസിക്കാൻ അവകാശം.
അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കാൻ അവകാശം. മനസ്സിലായോ? യെസ് സർ. യെസ്. Article 19(1)(e) confers the citizen right to reside and settle in any part of the territory of India. This freedom can be subjected to same restrictions as the freedom of movement because the grounds of restrictions are contained in Article 15 for both the freedoms. ഏതെല്ലാം ഫ്രീഡത്തിന് ഏതെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അതെല്ലാം എന്താണ് ഇവിടെയും ഉണ്ട്. എന്താണ് ആദ്യത്തെ റെസ്ട്രിക്ഷൻ? എന്താണ്? സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. രണ്ടാമത് പബ്ലിക് ഓർഡർ. മൂന്നാമത്തെ മൊറാലിറ്റി. മനസ്സിലായോ? സാർ 1905-ലുള്ളതല്ലേ റെസ്ട്രിക്ഷൻ? അതെ അതെ അതെ. 1905 എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അതാണ് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എവിടെയും പോയി താമസിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ത്യയിൽ എവിടെയും പോയി താമസിക്കാൻ അവകാശമുണ്ട്. രാഷ്ട്രപതി ഭവനിൽ പോയി താമസിക്കാൻ പറ്റും. കാശ്മീരിൽ പോയി താമസിക്കാൻ പറ്റുമോ? അവിടെ റെസ്ട്രിക്ഷൻസ് എല്ലാം പാലിക്കണം അല്ലേ? നാഗാലാൻഡിൽ പോവുകയാണ്, അവിടെ പോയി താമസിക്കാൻ പറ്റുമോ? ഇല്ല, അവിടെയും റെസ്ട്രിക്ഷൻസ് പാലിക്കണം. പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് ലക്ഷദ്വീപ്, അവിടെ പോയി താമസിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല, അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പോലീസ് വെരിഫിക്കേഷൻ, അവർ വെരിഫിക്കേഷൻ, ഈ വെരിഫിക്കേഷൻ. നാഗാലാൻഡിൽ എന്താണ് സർ? നാഗാലാൻഡ് ഈ കാശ്മീരിനെ പോലെ പ്രത്യേക പ്രിവിലേജുള്ള സംസ്ഥാനമാണ്. അവിടെ ഒത്തിരി നാഗാ തീവ്രവാദികളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം നമ്മളവിടുന്ന് അവിടെ ചെന്നിട്ട് താമസിക്കുകയാണെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ നേരം വെളുത്ത് ഉണരുന്നത് പോലീസ് സ്റ്റേഷനതെ. കേട്ടോ? അതാണ് കാര്യം. നാഗാലാൻഡ് എന്ന് പറയുന്നത് ഒരു നാഗന്മാരുടെ ഭൂമിയാണ്, അത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല എന്നൊക്കെയാണ് വാദം നടക്കുന്നത്. എന്തോ ആവട്ടെ. All the above mentioned rights are subject to the test of reasonability. ഇതെല്ലാം അവകാശങ്ങളുണ്ട്, പക്ഷേ ഇതിനെല്ലാം നിയന്ത്രണങ്ങളുണ്ട്. And laid out the clause 2(6) and Article 19, none of these freedom is absolute. Each is liable to curtail by law made to be by the state to extent mentioned in clause 2 and clause 6 of Article 19. ആർട്ടിക്കിൾ 19-ന്റെ 2 മുതൽ 6 വരെയുള്ള ഭാഗത്ത് എന്തെല്ലാം നിയന്ത്രണങ്ങളൊക്കെ പറയുന്നുണ്ടോ ആ നിയന്ത്രണങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ ഫ്രീഡത്തിനും ഉണ്ട്. ഇപ്പോൾ ഫ്രീഡം, ഫണ്ടമെന്റൽ ഫ്രീഡം ഈസ് നോട്ട് അബ്സല്യൂട്ട്, ഇറ്റ് ഈസ് റീസണബിൾ, റെസ്ട്രിക്റ്റഡ് അണ്ടർ 19 സബ്-ക്ലോസ് 5. എന്ത് മനസ്സിലായി? 19 സബ്-ക്ലോസ് 5-ന്റെ നിയന്ത്രണങ്ങൾ എവിടെയുണ്ട്? 2 മുതൽ 6 വരെയുള്ള എല്ലാ ഭാഗത്തും. മനസ്സിലായോ? മനസ്സിലായി സർ. പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ. ആർട്ടിക്കിൾ 2. പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ. നമ്മളെ ഒരു കേസിൽ FIR ഇട്ട് വിചാരണ നടത്തി ശിക്ഷിക്കാൻ പോവുകയാണ്. അവിടെയും നമുക്കെന്തുണ്ട്? സംരക്ഷണം, പ്രൊട്ടക്ഷൻ. കാരണം എന്താ? ഇന്ത്യയിലെ പോലീസ് സത്യസന്ധമായ പോലീസല്ല. വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കും, വ്യാജ കേസുകളും എടുക്കും. അതുകൊണ്ട് അക്യൂസിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അതാണ് എന്താണ് അക്യൂസ്ഡ് പ്രൊട്ടക്ഷൻ സ്കീം അല്ലേ? അതെ സർ. റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ. ഏത് കേസാ റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ? ഏതാ ചോദിച്ചേ? ഒരാളെ ഉരുട്ടിക്കുന്ന കേസ്. ഏത് കേസാ റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ? കേസിന്റെ പേര് പറ. DK Basu versus State of West Bengal. വെസ്റ്റ് ബംഗാൾ. DK Basu versus State of West Bengal. Right of arrested person. നോക്കൂ, 20 മുതൽ 22 വരെ. 20 മുതൽ 22 വരെ. Provides the safeguard to persons accused of crime. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായവരുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നതാണ് 20 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 20 provides the following protection. ആർട്ടിക്കിൾ 20 താഴെ പറയുന്ന സംരക്ഷണങ്ങൾ നൽകുന്നു. 1. No one
be punished for ex post facto law. Ex post facto law ആരെയും ശിക്ഷിക്കാൻ പാടില്ല. അടുത്തത്, no one can be punished more than one for the same offense. ഒരേ കുറ്റത്തിന് ഒരാളെ 2 തവണ ശിക്ഷിക്കാൻ പാടില്ല. പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് ടെസ്റ്റിമോണിയൽ കമ്പൽഷൻ. ഒരാളെ, ഒരു അക്യൂസിനെ നിർബന്ധിച്ച് ടോർച്ചർ ചെയ്ത് അയാൾക്കെതിരെ മൊഴി എടുക്കാൻ പാടില്ല. അതായത് എനിക്കെതിരെ സാക്ഷിയാക്കാൻ പാടില്ല. ടെസ്റ്റിമോണിയൽ കമ്പൽഷൻ. എന്തോ മനസ്സിലായി? എന്ത് മനസ്സിലായി? സ്വയം സാക്ഷിയാക്കാൻ പാടില്ല. യെസ്, നമ്മളെ നമുക്കെതിരെ സാക്ഷിയാക്കാൻ പാടില്ല. ടെസ്റ്റിമോണിയൽ കമ്പൽഷൻ. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. അപ്പോൾ ആർട്ടിക്കിൾ 20ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, no one can be punished by ex post facto law. അത് 20(1). 22 പറയുന്നത് no one can be punished more than once for the same offense. എന്താണ് അത്? 22. 23 പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് ടെസ്റ്റിമോണിയൽ കമ്പൽഷൻ. നോക്കൂ, 20 subclause 1 embodies the principle that no one can be punished and convicted for any offense except for the violation of law in the course of time, commission of the act, nor can be subject to penalty greater than which might be inflicted under the law for the time the commission of the offense. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരാളെ 1950 ഒരാളൊരു കുറ്റം ചെയ്തു. 1950 ജനുവരി 1-ാം തീയതിയാണ് കുറ്റം ചെയ്തതെങ്കിൽ 1950 ജനുവരി 1-ന് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി സാർ. അഞ്ജുഷമൊക്കെ മനസ്സിലായി? അതായത് കുറ്റം ചെയ്യുന്ന സമയത്ത് ശിക്ഷ എന്നാണോ അതേ കൊടുക്കാൻ പാടുള്ളൂ. കുറ്റം ചെയ്യുന്ന സമയത്തെ നിയമം എന്താണോ അതിന്റെ ശിക്ഷ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ആ സെന്റൻസ് ഇങ്ങനെയാണ് പറയുന്നത്: 20 subclause 1 embodies a principle that no one can be punished on the convicted for any offense except the violation of law in force at the time of the commission of the act, nor can be subject to penalty greater than which might have been inflicted under the law for the time being in the force of the commission of the offense. കുറ്റം ചെയ്യുന്ന ദിവസം എന്ത് ശിക്ഷയാണോ അതിനുള്ളത് അതിനേക്കാൾ ഉയർന്ന ശിക്ഷ കൊടുക്കാൻ പാടില്ല. ആ വകുപ്പ് ഉപയോഗിച്ച് മാത്രമേ ശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് no one can be punished for ex post facto law എന്ന് പറയുന്നത്. നിയമം അനുശാസിക്കുന്നതിൽ കൂടുതൽ ശിക്ഷ കൊടുക്കാൻ പാടില്ല. അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പുതിയ നിയമം ഉണ്ടാക്കി ശിക്ഷിക്കാനും പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. അടുത്തത്, അതിനെ നമ്മൾ പറയുന്നത് സ്ട്രിക്റ്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ എന്ന് പറയും. എന്തിലോ? സ്ക്രിപ്റ്റ് ഇന്റർപ്രിട്ടേഷൻ. സ്ക്രിപ്റ്റ് ആണ്. സ്ട്രിക്റ്റ് അല്ലേ? അയാളൊരു സ്ട്രിക്റ്റ് ഓഫീസറാണെന്ന് പറയുന്നത്. നിയമം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സ്ട്രിക്റ്റ് ഇന്റർപ്രിട്ടേഷൻ. അടുത്തത്, no one can be punished more than once for the same offense. ഒരാളെ ഒരേ കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കാൻ പാടില്ല. ക്ലോസ് 2 പറയുന്നത് provides the protection against the double jeopardy. എന്ത് പാടി? ഡബിൾ ജിയോപാഡി. ഡബിൾ ജിയോപാഡി എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കാൻ പാടില്ല. ഡബിൾ ജിയോപാഡി. The English doctrine of double jeopardy lays down that no one can be tried. ട്രയൽ ചെയ്യാനും പാടില്ല 2 തവണ. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം പാലക്കാട് വാളയാറിലെ കേസാണ്.
പാലക്കാട് വാളയാറിൽ ഒരാളെയല്ല 2 പേരെ അറസ്റ്റ് ചെയ്തു. ട്രയൽ നടത്തി. എന്നിട്ട് അയാൾ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞു. ഇനി അയാളെ അതേ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അയാളെ ട്രയൽ ചെയ്യാൻ പറ്റുമോ? അതേ കേസിൽ ഇല്ല. ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഇനി ആ കേസ് നടത്തിയിട്ട് വല്ല കഥയുണ്ടോ? ഉണ്ടോ? ഇല്ല സർ. ഇല്ല. ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു വക്കീലായി ഇരുന്നാലും നിങ്ങൾ ജുഡീഷ്യൽ ഓഫീസറായിരുന്നാലും ഒരു കേസ് ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ FIR ശരിയല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവനെ കൊടുക്കാൻ പറ്റുന്ന സകല കുരുക്കുകളും ഉണ്ടാക്കി മുറുക്കി വെച്ചേക്കണം. അല്ലാതെ ഒരു ട്രയലും നടത്തി ശിക്ഷയും കഴിഞ്ഞിട്ട് പറയാണ് ഒന്നും കൂടെ ട്രയൽ ചെയ്യണം, വീണ്ടും അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? ഒരു കഥയില്ല. ഒരു കഥയില്ല. നോക്കൂ, Clause 2 of Article 20 provides protection against double jeopardy. 2 തവണ ശിക്ഷിക്കാൻ പാടില്ല. The English doctrine of double jeopardy lays down that no one can be tried and punished more than once for the same offence, and the Constitution of India has adopted a narrower from the doctrine. ഒരാളെ ഒരേ ഒഫൻസിന് 2 തവണ അറസ്റ്റ് ചെയ്യാനോ 2 തവണ എന്ത് ചെയ്യാനോ ട്രയൽ നടത്താനോ 2 തവണ ശിക്ഷിക്കാനോ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന വളരെ വ്യക്തമായി പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി സർ. The protection against testimonial compulsion. കമ്പൽഷൻ, പ്രേരണ, പരപ്രേരണയാൽ നമുക്കെതിരെ മൊഴി കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി തുരിച്ചു നിർത്തി ഗുണദോഷിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെയ്യാത്തയും കൂടെ നമ്മുടെ തലക്ക് കെട്ടി കിട്ടും. അല്ലേ? ചെയ്തത് പോട്ടെ. അടുത്ത, it is a general principle of English and American criminal jurisprudence that no person accused of the offence can be compelled to be witness against himself. 20 sub clause 3 of Indian Constitution incorporates the same philosophy. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഇനിയൊരു പരിപാടിയുണ്ട്. ഒരുത്തനെ ട്രയൽ ചെയ്താൽ, ഒരുത്തനെ അറസ്റ്റ് ചെയ്താൽ, ഒരുത്തനെ ട്രയൽ ചെയ്താൽ, ഒരുത്തനെ ശിക്ഷിച്ചാൽ വീണ്ടും അതേ കേസിൽ അറസ്റ്റ് ചെയ്യാനും ട്രയൽ ചെയ്യാനും ശിക്ഷിക്കാനും പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സർ. യെസ്. ഇനി നമ്മൾ അടുത്ത ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി 21 പോകുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചേ. Freedom of residence, Article 19(1)(e) and 19 subclause 5. Article 19 subclause 1(e) confers on the citizen that the right to reside and settle in any part of the territory of India. This freedom can be subjected to the same restrictions as the freedom of movement because the grounds of restriction are contained in Article 19(5) for both the freedom. All the above mentioned rights are subject to the test of reasonability as laid down in clause 2 to 6 of Articles 19. None of these freedoms is absolute as each is liable to be curtailed by laws made or to be made by the state to the extent mentioned in clause 2 to 6 of Article 19. Protection in respect of conviction, Article 20. Article 20 and 22 provide safeguards to the person accused of crimes. Article 20 provides for the following protection. 1. No one can be punished by ex post facto laws. Article 20 subclause 1 embodies the principle that no one can be punished and convicted for any offence except for violation of law in force at the time of commission of the act, nor can be subjected to a penalty greater than which might have been inflicted under the law in force at the time of commission of the offence. 2. No one can be punished more than once for the same offence. Clause 2 of Article 20 provides the protection against double jeopardy.
The English doctrine of double jeopardy lays down that no one can be tried and punished more than once for the same offence, and the Constitution of India has adopted a narrow form of this doctrine. 3. Protection against testimonial compulsion. It is a general principle of English and American criminal jurisprudence that no person accused of an offence can be compelled to be a witness against himself. Article 20, Subclause 3 of the Indian Constitution incorporates the same philosophy. Yes. Sir, Yes. Yes. നോക്കിക്കോ. ഈ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്തുവാ? life and personal liberty. എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ കഴിഞ്ഞില്ലേ കാര്യം. Yes, sir. എല്ലാ അവകാശവും ഉണ്ട്. ജീവിക്കാൻ അവകാശമുണ്ട്. വല്ല രക്ഷയുണ്ടോ? ഇല്ല. നോക്കൂ, ആർട്ടിക്കിൾ 21 lays down that no person shall be deprived of his life. ഒരാളുടെയും ജീവന് ഭീഷണിയാവരുത്. ഡിപ്രൈവ് ചെയ്യുക. ആ ലിബർട്ടി, അയാളുടെ സ്വാതന്ത്ര്യവും ഭീഷണിയാവരുത്. എക്സെപ്റ്റ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ. പ്രൊസീജിയർ, നടപടിക്രമം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഒരാളുടെ ജീവൻ എടുക്കാം. നിയമത്തിൻ്റെ നടപടിക്രമം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഒരാളുടെ ജീവൻ എടുക്കാവുന്നതാണ്. ഒരാളുടെ സ്വാതന്ത്ര്യത്തിനെ തിരിച്ചകത്തിടാവുന്നതാണ്. മനസ്സിലായോ? No one shall be deprived of his life and liberty except the procedure established by the law. Except the procedure established by the law. അത് മറന്നു. The Constitution protects any person from deprivation of his life and liberty without എന്താണ് proper procedure and in case of subject such deprivation. നമ്മളെന്താ പറഞ്ഞത്? No person shall be deprived of his life and liberty except by the procedure established by the law. Thus, the Constitution protects any person from deprivation of life and liberty without proper procedure of the case in such deprivation. ഒരാളെ പിടിച്ചകത്തിടണമെങ്കിൽ എന്ത് വേണം? FIR വേണം, അല്ലേ? അതെ. FIR ഇല്ലാതെ പിടിച്ചകത്തിടാൻ പറ്റുമോ? പറ്റില്ല. അയാളെ ട്രയൽ നടത്തണമെങ്കിൽ പ്രൊസീജിയർ പറയുന്നത് പോലെ ചെയ്യാൻ പാടുള്ളൂ. അയാളെ തൂക്കിക്കൊല്ലണമെങ്കിലും പ്രൊസീജിയർ പറയുന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ. ദ കോർട്ട് ക്യാൻ ഓർഡർ ഹിസ് റിലീസ്. അങ്ങനെ അന്യായമായി തടവിൽ വെച്ചാൽ കോടതിക്ക് ഓർഡർ ചെയ്യാം, അതിനെ റിലീസ് ചെയ്യണം. അങ്ങനെ പറയുന്ന റിട്ടിന്റെ പേരേതാ? habeas corpus. ഞാൻ ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ ഫയൽ ചെയ്തു. അതൊന്നും ഒരാൾ അന്യായമായി തടങ്കൽ വെക്കുന്നതിനല്ല. ഇതിനു വേണ്ടിയാണ് എന്റെ മോളെ കാണാനില്ല, അച്ഛൻ വന്ന് പറയും. ആ മോളെ കാണാനില്ലേ, എന്താണ്? ആ കാമുകന്റെ കൂടെ ചാടിപ്പോയതാണ്. ശരി, ഒരു ഹേബിയസ് കോർപ്പസ് കൊടുക്കാം. ഇതിനാ ഹേബിയസ് കോർപ്പസ് കൊടുക്കുന്നത്? ചാടിപ്പോയ ആള് കാമുകനെ കളഞ്ഞിട്ട് അച്ഛനോട് താമസിക്കാനല്ല. എന്തിനാ? ചാടിപ്പോയ മോളുടെ കല്യാണം ആ ചെക്കൻ്റെ കൂടെ നടത്തി കൊടുക്കാൻ. അല്ലെങ്കിൽ അവൻ കല്യാണം കഴിച്ചില്ലെങ്കിലോ കുറച്ച് കഴിയുമ്പോൾ അവൻ ടാറ്റ വന്നത് പുറത്തുക്കോ വരാതെ പാത്തുക്കോ എന്ന് പറഞ്ഞ് പോയാലും വേറൊരാളിൻ്റെ അടുത്ത് വന്നായിരുന്നു, ഭാര്യയെ കാണുന്നില്ല. ഹേബിയസ് കോർപ്പസ് കൊടുക്കണം. ഭാര്യ വന്നിട്ട് പറഞ്ഞു, ശരി എനിക്ക് ഈ ചേട്ടനെ വേണ്ട, എല്ലാ ചേട്ടനെ മതി അങ്ങ് പോയി. മനസ്സിലായോ? വേറെ ഒരു രസകരമായ സംഭവമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു അച്ഛനും കൊച്ചച്ഛനും അച്ഛൻ്റെ ചേട്ടനും കൂടെ വന്നു. എന്താണ്? ചെക്കനെ കാണുന്നില്ല. എന്താ സംഭവം? അവിടെ അടുത്തുള്ള വിവാഹിതയും 3-4 മക്കളെ
അമ്മയുമായ ഒരാളോടൊപ്പമാണ് അവൻ താമസം. അവനെ അവിടെ അന്യായമായി തടങ്കിൽ വെച്ചേക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട്. അതോ മാത്രമല്ല, ആ സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, അവരയാൾ അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അന്യായമായി തടവിൽ വെച്ചേക്കാണെന്ന് കണ്ടുകൊണ്ട് കേസ്. അവൻ ഇവിടെ വന്നിട്ട് പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒന്നും പോകുന്നില്ല, ഞാൻ അവളുടെ കൂടെ താമസിക്കുന്നു. എങ്ങനെയുണ്ട്, കൊള്ളാം? ഇപ്പൊ ഹേബിയസ് കോർപ്പസിന്റെ കുഴപ്പം ഇങ്ങനെയൊക്കെയാണ്. ശരി, നമ്മളെന്തോ പറഞ്ഞേ? അപ്പോ ഏതെങ്കിലും ഒരുത്തനെ നിയമത്തിന്റെ അധികാരമില്ലാതെ പിടിച്ചകത്ത് വെച്ചാൽ ഹേബിയസ് കോർപ്പസ് കൊടുക്കാം. ദ പ്രൊട്ടക്ഷൻ അണ്ടർ ദിസ് ആർട്ടിക്കിൾ ഈസ് എൻജോയ്ഡ് ഇൻ ബോത്ത് സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺ. അപ്പോൾ നിയമത്തിന്റെ പിൻബലമില്ലാതെ ഒരുത്തനെ പിടിച്ചകത്ത് വെച്ചാൽ റിലീസ് ചെയ്യാമെന്നുള്ളത് സിറ്റിസണ്, പൗരന് ബാധകമാണ്, പൗരനല്ലാത്തവർക്കും ബാധകമാണ്. The expression except according the procedure established by the law were borrowed Article 31 of the Japanese Constitution. ജപ്പാന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പേരെന്താ? ജപ്പാന്റെ അറിയില്ല സാർ. റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ്. കേട്ടോ? ഒന്നുകൂടി പറയാൻ മനസ്സിലായില്ല. റൈറ്റ്സ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പേര്, ജപ്പാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് ബുക്കിലോ അല്ലെങ്കിൽ ഇതിലോ അടിച്ചു നോക്കണം, ഏതാ ഗൂഗിളിലോ അടിച്ചു നോക്കണം കേട്ടോ. റൈറ്റ്സ്. അടുത്തത് എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ആരാ എ കെ ഗോപാലൻ? വാസ് എ കമ്മ്യൂണിസ്റ്റ് ലീഡർ. അന്ന് കേരളമില്ല, 1950 കഥയാണ്. എ കെ ഗോപാലൻ സമരം ചെയ്തു. എന്താണ്? ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കണം. കാര്യം എന്തുവാ? അന്ന് ഇംഗ്ലണ്ടുകാരും കോൺഗ്രസ്സുകാരുടെ കയ്യിലുമാണ് ഭരണം. അപ്പോൾ ജനങ്ങളെ കൂടെ നിർത്തുന്നതിന് വേണ്ടി എന്ത് സമരവും നടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാവപ്പെട്ടവന് ഭൂമി കൊടുക്കണം. ദ മെജോറിറ്റി. അങ്ങനെ എ കെ ഗോപാലിനെ അറസ്റ്റ് ചെയ്തു. എ കെ ഗോപാലിനെ പിടിച്ചകത്തു. അകത്തിട്ടപ്പോഴത്തേന് എ കെ ഗോപാലിൻ്റെ വക്കീൽ വായിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. കോടതി എന്താ പറഞ്ഞു നോക്കൂ. The majority of the Supreme Court held that the expression personal liberty in Article 21 was used to restrict sense freedom from arrest, importance, imprisonment or other physical correction, coercion. The liberty concerning the body. In this case, the Supreme Court had interpreted them. The personal liberty is very narrow sense. എന്താണ് പറയുന്നറിയാമോ? ഈ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് 3 നേരം ഭക്ഷണം കഴിച്ച് എവിടെ കിടന്നാലും മതി, ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല, പേഴ്സണൽ ലിബർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വിശാല മനസ്കതയില്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പിടിച്ചകത്തിട്ടപ്പോൾ എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, അന്ന് കേരളമില്ല, മദ്രാസ് എന്ന് പറയുന്ന കേസിൽ പറഞ്ഞു. ഇൻ മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ കേസ് അറിയാമോ? മനേക ഗാന്ധിയുടെ കേസ്. പോക്കറ്റ് മറ്റേ മനേക ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ മരുമകളാണ്. അവര് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. അവരും പറഞ്ഞാൽ കേൾക്കുകയില്ല, അവരുടെ ഭർത്താവ് വരുൺ ഗാന്ധിയും പറഞ്ഞാൽ കേൾക്കുകയില്ല. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, പാസ്പോർട്ട് അതോറിറ്റിയോട് പറഞ്ഞു അവരുടെ പാസ്പോർട്ട് പിടിച്ച് ഇനി കൊണ്ടുതരാൻ പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ട് അതോറിറ്റി പോയി പാസ്പോർട്ട് പിടിച്ച് കൊണ്ടുകൊടുത്തു. മനേക ഗാന്ധി സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുത്തു. എൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇന്ദിരാഗാന്ധി പിടിച്ചു വെച്ചേക്കാണ്, യൂണിയൻ ഓഫ് ഇന്ത്യ പിടിച്ചു വെച്ചേക്കാണ്. ആ കേസിൽ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ദ സുപ്രീം കോർട്ട് ഹാസ് നോട്ട് ഓൺലി ഓവർ റൂൾഡ് ഗോപാലൻസ് കേസ്. ഗോപാലൻസ് കേസിൽ എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിൽ പറഞ്ഞെന്താണ്? ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ജയിലിൽ കിടന്ന ആ ജയിലിൻ്റെ അഴിക്കുള്ളിൽ നടന്നാൽ മതി, 3 നേരം ഭക്ഷണം കിട്ടുന്നല്ലോ, മര്യാദയ്ക്ക് അവിടെ കിടന്നാൽ മതി എന്നുള്ള സ്റ്റാൻഡിൽ നിന്നൊക്കെ സുപ്രീം കോടതി മാറി. എന്നിട്ട് പറഞ്ഞു
The case but wider the scope of the word personal liberty considerably. പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ വളരെ വലുതായ സാധനമാണ്. എ കെ ഗോപാലിനെ പോലെ ചെറുതല്ല എന്ന് പറഞ്ഞു. The court observed that the expression personal liberty in Article 21 is a widest amplitude and it covers variety of rights which go to constitute the personal liberty of a man, some, and then have raised the status of a distinct fundamental right, and it give additional protection under Article 19. ഇവിടെ എന്താ പറഞ്ഞേ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു ലൈഫ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ല റൈറ്റ് ടു ലൈഫ്. The court are inclined to give the widest amplitude of expression on account of the liberty interpreted in Article 21 has how come invoked the almost as residuary right, even to the extent of founding fathers never dreamed of. ഭരണഘടന ഉണ്ടാക്കിയവർ പോലും ചിന്തിക്കാത്ത രീതിയിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, അതിനെ ഇന്ദിരാഗാന്ധി കേസിൽ മെനാഗാന്ധി കേസിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടിങ് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. മനേകാഗാന്ധി കേസിൽ, പാസ്പോർട്ട് കേസിൽ പറഞ്ഞെന്നറിയുമോ, റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ലൈഫ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ലൈഫ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. മാനുഷിക മൂല്യങ്ങൾ എന്തെല്ലാമാണോ ആ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് റൈറ്റ് ടു ലൈഫിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 3 നേരം ഭക്ഷണവും കഴിച്ച് ജയിലിനകത്ത് മാത്രം നടന്നാൽ റൈറ്റ് ടു ലൈഫും ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റും ആകത്തില്ല എന്ന് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി സാർ. അപ്പോൾ മേനകാഗാന്ധിയുടെ കേസിന്റെ സൈഡിൽ എഴുതി വെക്കണം, റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ലൈഫ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. മാനുഷിക മൂല്യങ്ങൾ എന്താണോ ആ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കാൻ റൈറ്റ് ടു ലൈഫിനെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു. അടുത്ത് ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല. ADM ജബൽപൂർ. ADM എന്ന് പറഞ്ഞാൽ എന്തുവാ? ADM RDO കേട്ടോ, ഡെപ്യൂട്ടി കളക്ടർ. ഓക്കെ സാർ. ADM ജബൽപൂർ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കേസ് കേട്ടോ. ADM ജബൽപൂർ വേഴ്സസ് എന്താ പറഞ്ഞേ, ശിവകാന്ത് ശുക്ല year 1976. It was held that Article 21 was sole responsibility of right to life and personal liberty. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് മാത്രമല്ല, റൈറ്റ് ടു ലൈഫ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി മാത്രമല്ല. റൈറ്റ് ടു ലൈഫ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് കേസ്, മനേകാഗാന്ധി കേസ്. ഓക്കെ, ADM ജബൽപൂർ പറഞ്ഞത് റൈറ്റ് ടു ലൈഫ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഓൾദോ in his dissenting opinion of Khanna justice was explained that Article 21 cannot be considered to be sole responsibility of right to life and personal liberty. The right to life and personal liberty is the most precious right of human being and the civilized society is governed by the rule of law. ഒരു നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്തെ ഏറ്റവും പരമപ്രധാനമായ അവകാശമാണ് എന്താണ്? ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്ന റൈറ്റ് ടു ലൈഫ്. മനസ്സിലായോ? മനസ്സിലായി. ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല അല്ലേ? The state of West Bengal versus Committee of Protection of Democratic Rights. 35 വർഷം തുടർച്ചയായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വെച്ച സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് പ്രൊട്ടക്ഷൻ ഓഫ് കമ്മിറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന കേസിൽ പറഞ്ഞത് എന്താണ്? It was heard that the word life and personal liberty are used in Article 21 comprise the term to include within themselves all the varieties of life which go to make up of personal liberties
and a man not merely right to continuous of personal animal existence. ഇവിടെ എന്താ പറഞ്ഞേ? ഒരു ഒരു മനുഷ്യൻ മൃഗത്തിനെ പോലെ ജീവിച്ചാൽ പോരാ, മനുഷ്യനെ പോലെ ജീവിക്കണം. എന്താണ്? വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. അങ്ങനെ ജീവിക്കണമെന്നാണ് എവിടെ പറഞ്ഞത്? വെസ്റ്റ് ബംഗാൾ കേസിൽ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞു? Existence, all aspects of life which make the person live with the human dignity are included within the meaning of life. മാനുഷിക മൂല്യവും എവിടെ വരും? ജീവിതത്തിൽ വരും എന്ന് എവിടെ പറഞ്ഞു? വെസ്റ്റ് ബംഗാൾ കേസിൽ പറഞ്ഞു. ആരാ വായിക്കുന്നേ? ശരി, വായിക്കൂ. Life and Personal Liberty, Article 21. Article 21 lays down that no person shall be deprived of his life and liberty except by procedure established by law. Thus, the Constitution protects any person from the deprivation of his life and liberty without a proper procedure, and in case of such deprivation, the courts can order his release. The protection under this article is enjoyed by both citizens and non-citizens. The expression accepted according to procedure established by law were borrowed from Article 31 of the Japanese Constitution. In A.K. Govaran v. State of Madras, AAR 1950, Supreme Court 27, the majority of the Supreme Court held that the expression personal liberty in Article 21 was used in the restricted sense of freedom from arrest, imprisonment, or other physical coercion, that is, liberty concerning the body. In this case, the Supreme Court had interpreted the term personal liberty in a very narrow sense. But in Maneka Gandhi versus Union of India, AAR 1978, Supreme Court 1597, the Supreme Court has not only overruled Gopalan's case but was widened the scope of the words personal liberty considerably, the court observed. The expression personal liberty in Article 21 is of widest amplitude and it covers a variety of rights which go to constitute the personal liberty of man, and some of them have raised to the status of distinct fundamental rights and given additional protection under Article 19. The courts are inclined to give the widest amplitude to the expression. On account of the liberal interpretation, Article 21 has now come to be invoked almost as a residuary right, even to the extent which the founding fathers never dreamed of. In ADM Jabalpur versus Shivakant Shukla, AR 1976, Supreme Court 1207, it was held that Article 21 was the sole repository of the right to life and personal liberty. Although, in his dissenting opinion, Khanna J was explained that Article 21 cannot be considered to be the sole repository of the right to life and personal liberty. The right to life and personal liberty is the most precious right of human beings in civilized societies governed by the rule of law. In State of West Bengal versus Committee for Protection of Democratic Rights, West Bengal, 2010, three Supreme Court case um, 571, it was held that the words life and personal liberty are used in Article 21 as compendious terms to include within themselves as the varieties of life which go to make up the personal liberties of a man, and not merely the right to the continuance of a person's animal existence. Although aspects of life which make a person live with the human dignity are included within the meaning of the life. 5 മിനിറ്റ് ബ്രേക്ക് തരട്ടെ? Sir. യെസ്, 5 മിനിറ്റ് കഴിഞ്ഞു വരൂ കേട്ടോ. Sir, mute. Mute, sir. 5 മിനിറ്റ് കഴിഞ്ഞു വരൂ. Okay, sir. ശരി. Thank you, sir.